എനിക്ക് ആക്ച്വലി കെമിസ്ട്രി കുറച്ച് ടഫായിരുന്നു. ചില ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഓർഗാനിക്കൊക്കെ ഞാൻ ഒരുപാട് അത് വായിക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ ഞാൻ ടെക്സ്റ്റ് കുറേ വായിച്ചിട്ടുണ്ട്. അതേപോലെ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസും എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്ന് വാങ്ങിയിട്ടൊക്കെ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. DPPസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്തത്. കാരണം നീറ്റിൻ്റെ ഏകദേശം അതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കുറേ പ്രാവശ്യം ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു നീറ്റിന് എനിക്ക് കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം. എനിക്കപ്പോൾ ശരിക്കും എൻ്റെ ടീച്ചറിൻ്റെ മുഖമാണ് ഓർമ്മ വന്നത്. ശോഭ മിസ്സിൻ്റെ ടീച്ചർ എങ്ങനെയായിരുന്നു വെച്ചാൽ ഓരോ ചാപ്റ്ററും ഫുള്ളായിട്ട് പറഞ്ഞു തരും. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ആ ലൈനുകളൊക്കെ മനസ്സിൽ കയറുന്നത് കൊണ്ട് പിന്നീട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ടീച്ചറിൻ്റെ വാക്കുകളായിരിക്കും ഓർമ്മ വരിക. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. പ്രോബ്ലംസ് ചെയ്യുകയാണെങ്കിലും കുറേ പ്രാവശ്യം പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനോർഗാനിക്കും അതേപോലെ DU&F അങ്ങനത്തെ ചാപ്റ്ററുകളൊക്കെ ഞാൻ ബയോളജി പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ വരെയും പഠിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ഇവിടുത്തെ ക്ലാസ്സുകളും DPPസൊക്കെ.